ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ഈ കറികൾ തന്നെയാണ്. വളരെ സ്വാദേറിയതും ഹെൽത്തിയുമായിട്ടുള്ള 3 കറികളുടെ റെസിപ്പീസാണ്. ഈ ഇല എന്താണെന്നറിയാമോ? ഇതാണ് കടുകിൻ്റെ ഇല. റായ് പത്ത എന്ന് നോർത്ത് ഇന്ത്യൻസ് പറയും. എന്നാൽ മണിപ്പൂരിയിലത് ലായ് പത്ത എന്നാണ്. ഇതൊരു മണിപ്പൂരി റെസിപ്പിയാണ്. സാധാരണയായിട്ട് വിൻ്റർ സീസണിലാണ് ഈ ഇല നല്ല പുഷ്ടിയായിട്ട് വളരുന്നത്. ചൂട് കാലാവസ്ഥയിൽ ഇത് വളരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇല ചെറുതായിരിക്കുന്നുണ്ടോ? നോർത്ത് സൈഡിലൊക്കെ ഇല വളരെ വലുതായിരിക്കും. പഞ്ചാബിലൊക്കെ സർസോങ്ക സാഗ് ഉണ്ടാക്കുന്നത് ഈ ഇല കൊണ്ടാണ്. സർസോ എന്ന് പറഞ്ഞാൽ കടുക്. സാധാരണ മണിപ്പൂരിൽ കിട്ടുന്നത് ചുമന്ന കളറുള്ള കടുകാണ്. അതിൻ്റെ പേര് ലായി എന്നാണ്. ഇതിനെ ലായി പത്ത എന്ന് പറയും. ഇത് എനിക്ക് എങ്ങനെ ഇവിടെ കിട്ടിയെന്നല്ലേ. എൻ്റെ ഒരു സ്ഥിരം ജോലിക്കാരനുണ്ട്, ആസാമി. അവൻ്റെ ആൾക്കാർ ഇവിടെ കുറേ താമസമുണ്ട്. അവരിത് നട്ട് വളർത്തിയെടുത്തതാണ്. അവന് കൊടുത്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് കൂടി കൊണ്ടു തന്നു. ഞങ്ങളിത് കഴിക്കുമെന്ന് അവനറിയാം. ഈ ഇലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്, കടുകിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇതുകൊണ്ട് മണിപ്പൂരി സ്റ്റൈലിലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് പച്ചമുളക് വേണമായിരുന്നു, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനതുകൊണ്ട് ഉണക്കമുളകാണ് ഇടുന്നത്. പച്ചമുളകാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഇല നന്നായി വാഷ് ചെയ്ത ശേഷം കൈ കൊണ്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. കത്തി ഉപയോഗിച്ചാൽ ഈ കറി കയ്ക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഈ വെളുത്തുള്ളിയും മുളകും ചതച്ചതിടാം. എന്നിട്ടിത് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിൽ 1-2 വിസിൽ കേൾപ്പിക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ മണിപ്പൂരികൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇല ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് മണിപ്പൂരി ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനും ചിലതൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് 18 വർഷത്തോളം മണിപ്പൂരിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ 8.5 വർഷം ഉണ്ടായിരുന്നു. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു മീൻ ഫ്രൈ കൂടി ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, കോൺഫ്ലോർ, അല്പം നാരങ്ങാനീര്. ഇതൊരു എയർ ഫ്രയർ ഫിഷ് റെസിപ്പിയാണ്. അതുകൊണ്ട് മസാലയൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഒരല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനാണല്ലോ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള മസാലയും വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഒത്തിരി മസാല ഇട്ടാൽ ഒരു ടേസ്റ്റും കാണുകയില്ല, പ്രത്യേകിച്ച് ഓയിൽ ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ ലായ് പത്ത ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്ത് വച്ചിരുന്നു. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്, കടുകിൻ്റെ മണം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. വേറെ ഇത് സൂപ്പായിട്ട് വേണമെങ്കിലും കുടിക്കാം. ഈ വെള്ളം നല്ല ഫ്ലേവറുള്ള വെള്ളമാണ്. ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ലായ് പത്ത കറിയാണിത്. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഈ പ്രീ ഹീറ്റഡ് എയർ ഫ്രയറാണ്. അതിലിങ്ങനെ മീൻ തിരിച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിഭാഗത്ത് മസാല പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ അധികം വന്നിരിക്കുന്ന ഈ മസാല ഇതിൻ്റെ മുകളിലോട്ട് പുരട്ടി കൊടുക്കാം. ഇതുപോലെ മീൻ ഫ്രൈയും സ്നാക്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ 8 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വയ്ക്കും. അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു മുളക് ബജി കൂടി ഉണ്ടാക്കിയാലോ. എയർ ഫ്രയർ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എന്തെന്നൊരു തോന്നൽ. സാധാരണ ബീച്ചിലൊക്കെ പോകുമ്പോഴാണ് ഈ മുളക് ബജിയും ചായയും ഒക്കെ കഴിക്കാൻ തോന്നുന്നത്. അല്ലാതെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചായയും ബജിയും ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ എനിക്കിഷ്ടമില്ല. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് മൈദയും 1 കപ്പ് കടലമാവും എടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. 1/4 ടീസ്പൂൺ അയമോദകം അല്ലെങ്കിൽ ഓമം, ഇതൊന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് ചേർക്കാം. ഒരല്പം കായം കൂടി ചേർത്താൽ നല്ലതായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. അധികം ലൂസാവാനും പാടില്ല, കട്ടിയാകാനും പാടില്ല. ഒന്ന് കനം കുറഞ്ഞ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി മാവൊന്നും ഇതിൽ വയ്ക്കുന്നില്ല. സാധാരണ നമ്മൾ എയർ ഫ്രയറിൽ ഞാൻ പറഞ്ഞില്ലേ മസാലയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്നാക്സ് ഐറ്റങ്ങൾക്കും ഈ മാവ് ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് വയ്ക്കണ്ട.
അങ്ങനെയാണെങ്കിൽ പിന്നെ എണ്ണ ഇല്ലാത്തത് കൊണ്ട് ടേസ്റ്റ് കാണുകയില്ല. ഒന്ന് കനം കുറച്ച് ഉള്ള ലെയറായിട്ട് മാവ് വെച്ചാൽ മതി. അതുപോലെ മുക്കിയല്ലല്ലോ ഇതിൽ പൊരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 3 മുളകിന് വേണ്ടി വളരെ കുറച്ച് ബാറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മുളകിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കാകും. എന്തായാലും എണ്ണയിൽ വറുത്ത് കോരുന്ന അത്രയും ഒരു ടേസ്റ്റ് എയർ ഫ്രയറിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കാണില്ല. ഇനി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും. മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ ഇരിക്കുകയാണ് എയർ ഫ്രയറിൽ. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരല്പം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. എയർ ഫ്രയർ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ മസാല ഒന്നും വേസ്റ്റ് ആവുകയില്ല. ആ ചൂടായ പാത്രത്തിലാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ആ അടിഭാഗം പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. അല്ലെങ്കിൽ ഇത് മസാല ഒലിച്ചൊലിച്ച് താഴെ പോകും. രണ്ടാമത് 6 മിനിറ്റാണ് വെച്ചത്. ഇപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ ശരിക്കും മീൻ ഡ്രൈ ആയിപ്പോവും. സാധാരണ നമ്മൾ മീനൊക്കെ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ എന്തുമാത്രം മണമാണ് വീട് മുഴുവനും. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും നമുക്ക് തന്നെ നാണക്കേടാകും. അത്രയ്ക്ക് ഒരു സ്മെല്ലല്ലേ. ഇതിലെന്നാൽ ഒട്ടും തന്നെ മണം പുറത്ത് വരികയില്ല. ഇനി അടുത്തതായിട്ട് ഈ മുളക് ബജ്ജി ഉണ്ടാക്കാനാണ്. ഒരല്പം ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രീ ഹീറ്റഡ് എയർ ഫ്രയറാണ്. കറക്റ്റായിട്ട് ഈ 3 മുളക് ഈ എയർ ഫ്രയറിൽ വയ്ക്കാൻ പറ്റി. ഇതിൽ കൂടുതൽ വെച്ചാൽ ശരിയായിട്ട് ഫ്രൈ ആവുകയില്ല. 180 ഡിഗ്രി 8 മിനിറ്റ്. നമ്മുടെ മീൻ നോക്കിക്കേ, മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കുകയാണ്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി എന്ത് മീനാണെന്നറിയണ്ടേ? ഇത് വങ്കട എന്ന് പറയുന്ന മീനാണ്. ഇത് ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു ഉൾഭാഗം. നമ്മുടെ ബജി നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ട്. നല്ല കളറാണ്. ഇതിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നോക്കിക്കേ എന്ത് പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം നോക്കാം എങ്ങനെയെന്ന്. വാവ്, നോക്കിക്കേ നന്നായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ച് വെച്ചിട്ട് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടിരിക്കും. ഈ പാത്രം നല്ല ചൂടാണ്. ഇളക്കി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കുറച്ചുകൂടി നീളമുള്ള സ്പാച്ചുല ആയാൽ നല്ലതായിരിക്കും. ഇതിലൊരല്പം ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് വീണ്ടും ഞാനൊരു 8 മിനിറ്റ് വയ്ക്കുകയാണ്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആയെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനീ പറയുന്ന ടൈമിങ്ങിൽ വ്യത്യസ്തം ഉണ്ടാകാം. ഓരോരുത്തരുടെയും എയർ ഫ്രയറിൻ്റെ ബ്രാൻഡ് വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് അവരവർ ഉണ്ടാക്കി നോക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ എത്ര ടൈം വയ്ക്കണമെന്നുള്ളത്. ഈ മുളക് ബജി നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്, അത് 1 സ്പൂൺ ഓയിലിലാണ് ഉണ്ടാക്കിയതെന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഈ സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം. നല്ല ചൂടാണ് എങ്കിലും ഇത് പൊട്ടിച്ച് നോക്കാനാണ് തോന്നുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നോക്കിക്കേ, നല്ല ടേസ്റ്റുണ്ട്. ഞാൻ കഴിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേരള ചോറ്, ചുമന്ന ചമ്പാവരി ചോറ്, മണിപ്പൂരി ലായിപ്പത്ത കറി, മണിപ്പൂരിയിൽ ലായിപ്പത്ത തോങ്ബ എന്ന് പറയും. ഇതൊരു സിമ്പിൾ മണിപ്പൂരി താലിയാണെന്ന് പറയാം. അവർ ഇങ്ങനെയാണ് ഊണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഒരു ലായിപ്പത്ത കറി കാണും, ഒരു മീൻ കാണും, മീൻ ഫ്രൈ, അവിടെ കൂടുതൽ റിവർ ഫിഷാണ്, സലാഡ് കാണും, പിന്നെ ഒരു പക്കോട എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു സ്നാക്ക് ഐറ്റം ഉണ്ടാകും. അപ്പോൾ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മണിപ്പൂരിലുള്ളതുപോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ മണ്ണും ഇതിനത്ര പറ്റിയതല്ല. പക്ഷേ നല്ലൊരു ഫ്ലേവറുണ്ട്. സോ ഹെൽത്തി ആൻഡ് ടേസ്റ്റി. മണിപ്പൂരികൾ ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും അവരുടെ സ്കിന്ന് അത്രയും ഗ്ലോ ചെയ്യുന്നതിൻ്റെ രഹസ്യം ഇതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.